ജീവിതത്തിൽ നമ്മുടെ മക്കൾ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരാൻ രക്ഷിതാക്കൾ നിർബന്ധമായും വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു കാര്യം മുൻകൈയെടുത്ത് ചെയ്യുമ്പോൾ അതിൽ തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് അവരെ വലിയ രീതിയിലുള്ള ചീത്ത പറച്ചിലോ അതല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്നതിനോ പകരം ജീവിതത്തിൽ വിജയത്തിലെന്ന പോലെ തന്നെ പരാജയങ്ങളിലും നമുക്ക് അവരെ ചേർത്ത് പിടിക്കാനായിട്ട് പറ്റണം. അതല്ലെങ്കിൽ അവരിൽ ഒരു ഇനീഷ്യേഷൻ ബ്ലോക്ക് അഥവാ എല്ലാം മുൻകൈയെടുത്ത് ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഇല്ലാതെയായി പോകും. ജീവിതത്തിൽ ഒരുപാട് തവണ പരീക്ഷണങ്ങൾ നടത്തി വലിയൊരു പ്രയത്നത്തിൻ്റെ ഒടുവിൽ ബൾബ് കണ്ടെത്തുന്ന തോമസ് ആൽവ എഡിസൺ തൻ്റെ ഉദ്ഘാടന ചടങ്ങ് പ്രൗഢമായി നടക്കുമ്പോൾ തൻ്റെ ഫ്രണ്ടിനോടൊപ്പം ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഫ്രണ്ടിൻ്റെ കയ്യിൽ ബൾബ് കൊടുത്തിട്ട് തോമസ് ആൽവ എഡിസൺ ഉദ്ഘാടനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും ആ ബൾബ് വീണ് പൊട്ടുന്നുണ്ട്. ആ സമയത്ത് ഫ്രണ്ടിനെ ഒരുപാട് ആളുകൾ ചീത്ത പറയുമ്പോൾ തോമസ് ആൽവ എഡിസൺ പറയുന്ന ഒരു വാക്കുണ്ട്: എനിക്ക് വേണമെങ്കിൽ ജീവിതത്തിൽ ഇനിയും ബൾബുകൾ കണ്ടെത്താം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചീത്ത പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ള മനോവീര്യത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ മക്കളെയും നമ്മൾ എന്തെങ്കിലും തെറ്റുകളിൽ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ വിജയങ്ങളിലേക്കുള്ള ഒരു പ്രയാണത്തെ നമ്മൾ തടയിടുകയാണ് ചെയ്യുന്നത്.